സുന്ദരപാണ്ഡിപുരത്തെ സൂര്യകാന്തി പാടത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ KSRTCയിലും ട്രെയിനിലും ഇവിടേക്ക് വരാനും പോകാനുമുള്ള സമയം, ടിക്കറ്റ് നിരക്ക്, സൂര്യകാന്തി പാടത്തിൻ്റെ സീസൺ, വിവരങ്ങൾ അറിയാനുള്ള കോൺടാക്റ്റ് നമ്പർ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച മാത്രമേ തെങ്കാശിയിലേക്ക് രാവിലെ ട്രെയിൻ സർവീസ് ഉള്ളൂ, അതും വെളുപ്പിന് 3 മണിക്ക്. 6:15 തെങ്കാശിയിലെത്തും. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി, 12:10, രാത്രി 11:15 ട്രെയിൻ പോകാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും കൊല്ലത്ത് നിന്നും തെങ്കാശിയിലേക്ക് KSRTC 9 സർവീസ് നടത്താറുണ്ട്. അതിൽ രാവിലെ 5:10 പോകുന്ന ബസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ബാക്കിയുള്ള 8 സർവീസിൻ്റെ സമയം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. KSRTCയിൽ 137 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 6 മണിക്ക് കൊട്ടാരക്കര, 6:30 പുനലൂർ, 7:10 തെന്മല, 8:10 ചെങ്കോട്ട, 8:25 തെങ്കാശി. ഇതാണ് ബസ് റൂട്ട്. തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ 3 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലപ്പേര് എഴുതിയ പ്ലാറ്റ്ഫോമിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ടും പ്രൈവറ്റ് ബസ്സും വരും. സുന്ദരപാണ്ഡിപുരത്തേക്ക് 12 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. തെങ്കാശിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെയായി റോഡിന്റെ വലതുവശത്ത് ഒരു പാറക്കൂട്ടം കാണാം. പുലിയൂർ പാറ എന്നായിരുന്നു പഴയ പേര്. ശങ്കറിന്റെ അന്യൻ സിനിമയിലെ ഗാനരംഗം ചിത്രീകരണം നടന്നത് ഇവിടെ ആയതുകൊണ്ട് ഇന്നത് അന്യൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. റോജ, മുതൽവൻ, ധൂൾ, മലയാളത്തിലെ സൂത്രധാരൻ എന്ന സിനിമകളും ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ബസ് സ്റ്റോപ്പ് ഏതാണ് എന്നുള്ളത് അനൗൺസ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് കണ്ടക്ടറെ ശല്യപ്പെടുത്തേണ്ടി വന്നില്ല. അടുത്ത നിമിഷം കീഴപ്പുലിയൂർ, അടുത്ത നിമിഷം തങ്കമേട്. ഓപ്പണിംഗ് 9:05 തുടങ്ങിയ യാത്ര 9:46 സുന്ദരപാണ്ഡിപുരത്തെത്തി. വരുന്ന വഴികളിലെല്ലാം സൂര്യകാന്തി തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റോപ്പിൽ നിന്നും അഗ്രഹാര തെരുവിലൂടെ മുന്നോട്ട് 200 മീറ്റർ നടക്കുമ്പോൾ റോഡ് 2ആയിട്ട് പിരിയും. ഇടതുവശത്തെ വഴിയിലെ പാടത്തിൽ പൂക്കൾ കുറവായതുകൊണ്ട് ഞാൻ ആ വഴി ഒഴിവാക്കി. കേരളത്തിലെ അമ്പലം പോലെയല്ല ഇവിടുത്തെ അമ്പലം. ചൊവ്വയും വെള്ളിയും മാത്രമേ ഇവിടെ പൂജയുള്ളൂ. എന്നാ കടവുൾക്ക പേര്? അതിന്റെ പേര് സുടല, മൂക്കാട്ട് സുടല. സുടല. ഇത് സുടല. സുടല. ഇത് മഞ്ഞപ്പട്ട്. മഞ്ഞപ്പട്ട് ഈശ്വരി. 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 ഇത് പനപ്പേക്ഷി. പനപ്പേക്ഷി. ഇത് കൊമ്പമാടൻ. കൊമ്പമാടൻ. இந்த தளவமாடன். தளவமாடன்.
അമേരിക്കൻ വംശജനായ സൂര്യകാന്തി പൂക്കൾ തല ഉയർത്തി നിൽക്കുന്നത് ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. പാടത്തിൽ ഇറങ്ങുന്നതിന് 20 രൂപയാണ് വാങ്ങുന്നത്. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ചാല് തിരിച്ചാണ് ഉപയോഗിക്കുന്നത്. സൂര്യകാന്തി ചെടി നിൽക്കുന്നത് നല്ല ചെളിയിലായതുകൊണ്ട് ചെരുപ്പ് വരമ്പത്ത് ഇട്ടിട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. ഒരാൾ പൊക്കത്തിലാണ് സൂര്യകാന്തി ചെടി വളരുന്നത്. ഒരു പൂ ഏകദേശം 1/2 കിലോയോളം ഭാരം വരും. പ്രധാനമായും സൂര്യകാന്തി കൃഷി നടത്തിവരുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. സൂര്യകാന്തി കൂടാതെ സവോള, കൊച്ചുള്ളി, അമരപ്പയർ, തക്കാളി, മുളക്, ചോളം, കപ്പലണ്ടി, ജമന്തി, കുറ്റിമുല്ല, അകത്തിച്ചീര, വെണ്ട, വഴുതന എന്നീ കൃഷികളും ഇവിടെ ചെയ്തു വരുന്നു. എന്നാലും അമേരിക്കക്കാരനായ സൂര്യകാന്തി പൂവിനെ കാണാനാണ് ആളുകൾ എത്താറുള്ളത്. വർഷത്തിലെ 3 മാസം ഇവിടെ തരിശുഭൂമിയും ബാക്കിയുള്ള 9 മാസത്തിൽ സൂര്യകാന്തി, 4 മാസവും 5 മാസം നെല്ലുമാണ് കൃഷി ചെയ്യുന്നത്. ഒക്ടോബർ തുടക്കത്തിൽ സൂര്യകാന്തി വിളവെടുപ്പ് നടക്കും. പൂവിൻ്റെ അരിയെടുത്താണ് എണ്ണ ഉണ്ടാക്കുന്നത്. 1 ക്വിൻ്റലിന് 4500 രൂപയാണ് സൂര്യകാന്തി പൂവിൻ്റെ അരിക്ക് കിട്ടുന്നത്. തെങ്കാശിയിൽ നിന്നും തിരികെ കൊല്ലത്തേക്ക് പോകുവാൻ ട്രെയിൻ ഉച്ചയ്ക്ക് 2:15-നുണ്ട്. അത് രാത്രി 7:45 കൊല്ലത്തെത്തും. ആ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത ട്രെയിൻ വെളുപ്പിനെ 12 മണിക്കേ ഉള്ളൂ. പക്ഷേ തെങ്കാശി ബസ് സ്റ്റോപ്പിൽ നിന്നും KSRTC ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴുമുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് രാത്രി 9:30-നാണ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി എത്താമെന്ന പ്രതീക്ഷയോടെ തെങ്കാശിയിൽ നിന്നുമുള്ള സൂര്യകാന്തി പാടത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക.